ചും പറഞ്ഞൊരു ഒച്ച കേട്ട് ഞാൻ നീച്ചു നിന്ന് നോക്കിയപ്പോൾ ആന എൻ്റെ മുന്നിൽ എത്തി. അതിൽ ആനേനെ ഞാൻ അപ്പം തന്നെ ഇങ്ങനെ ഇങ്ങനെ തടുത്ത് ആനേനെ തടുത്ത് നിർത്തി പോലെ ആന നിന്നു. മറ്റൊരൊക്കെ എൻ്റെ അടുത്ത് കൂടെ പോയി. അതിൽ ഞാൻ എന്തൊക്കെ ആന ഞങ്ങളെ കൊല്ലുകയാണെങ്കിൽ മൂന്നാളൊപ്പം കൊല്ല്, അല്ലെങ്കിൽ ഒരാളായിട്ട് കൊല്ലണ്ട ആന, അല്ലെങ്കിൽ ഇന്നെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആനേനോട് പറയുകയാണ്. അതിൽ ആന എന്ത് കാട്ടി മറ്റേ അനക്കൻ്റെ മുന്നിൽ കൂടെ പോയി, 4 എണ്ണം പോയി. ഈ പെണ്ണ് ഞാൻ വൈക്ക് എനിക്കറിയില്ല, മറ്റോട് പറഞ്ഞ വഴി ഞാൻ കണ്ടിട്ടില്ല, ഒക്കെ ഇരുന്നിക്കണം. പക്ഷെ ഇത് മുന്നിൽ വന്ന് നിന്നപ്പോൾ ആനേനെ മാത്രം ഞാൻ നോക്കുന്നു, മറ്റേ ഞാൻ നോക്കണില്ല. അതിൽ ആന വന്നതിൻ്റെ മുന്നിൽ നിന്നപ്പോൾ ഞാൻ ഈ 2 കൈയും കൂപ്പി തടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ആന കൈ എന്ത് കാട്ടി മണ്ണിൽ കുത്തി തുമ്പി, കൈ മണ്ണിൽ കുത്തി ചെവി ഇങ്ങനെ എടുത്ത് പിടിച്ച് 4 കാലുമേൽ ആന അവിടെ നിന്നു. അതിൽ കുറേ നേരം ഞാനും ആ നിർത്തം നിന്നു. അപ്പം ഞാൻ പറഞ്ഞു, ആന ജന്തിനെ വന്നതിനെ കൊല്ലുകയാണെങ്കിൽ കൊല്ലും, അല്ലെങ്കിൽ ഇത് പൊയ്ക്കോ, വെറുതെ സമയം കളയണ്ട പറഞ്ഞു ആനയോട്. അതിൽ ആന ഒന്നും പിന്നില്ലാതെ ഞാൻ പറഞ്ഞു. ഇങ്ങനെ ആന എൻ്റെ മുന്നിൽ കൂടെ ആനങ്ങനെ തിരിഞ്ഞിട്ട് എൻ്റെ മുന്നിൽ കൂടെ തന്നെ പോയി. ഞാൻ അവിടെ നിന്നു. അതിൽ പിന്നെ ബാക്കിൽ തിരിഞ്ഞ് നോക്കുമ്പോൾ ഒരു കുട്ടി ആനയും കൂടി വരുന്നു. അതും വന്ന് എൻ്റെ മുന്നിൽ കൂടെ തന്നെ പോയി. അനങ്ങിയില്ല, ഞാൻ അവിടെ നിന്നു. അതിൽ നോക്കുമ്പോൾ ഇവിടെ കാണില്ല. പിന്നെ ഓളെ ഞങ്ങൾ തിരഞ്ഞെടുത്ത് പോയി, തിരഞ്ഞു പോയി നോക്കുമ്പോൾ ഇവിടെ വീണ് കിടക്കും. അപ്പോൾ ഞാൻ കുപ്പിയിൽ വെള്ളം ഉണ്ടെന്ന് വെള്ളം കൊടുത്ത് മുഖം കഴുകി കൊടുത്ത് 2 തുള്ളി വെള്ളം ഇറക്കി, 3ാമത്തെ തുള്ളി വെള്ളം ഇറക്കാൻ കഴിഞ്ഞില്ല. അപ്പം ചോര മുഖത്ത് വായിക്കൂടെ ചോര വന്നു. നിലമ്പൂർ മൂത്തേടത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സരോജിനിയുടെ ബന്ധുവും ആ സമയത്ത് കാട്ടാന ആക്രമിക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന അമ്മിണി ചേച്ചി ഇപ്പോൾ മീഡിയ വണ്ണപ്പം ചേരുകയാണ്. അമ്മിണി ചേച്ചി ഉണ്ടായിരുന്നല്ലേ സരോജിനി ചേച്ചിയുടെ കൂടെ? ഞാനുണ്ടായിരുന്നു. ഞാനും പിന്നെ എൻ്റെ കുടുംബത്തിലെ ആങ്ങളെൻ്റെ പെണ്ണുങ്ങളും ഞങ്ങൾ 3 ആളും കൂടിയാണ് പോയത്. നിങ്ങൾ എന്താവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു കാട്ടിലേക്ക് പോയത്? ആടിനെ കൊണ്ടുപോയി ഒന്നും ഞാൻ 2-2.5 കൊല്ലമായി ഈ കാട്ടിൽ കൂടെ ഞാൻ ഒറ്റയ്ക്ക് നടക്കൽ തുടങ്ങിയിട്ട്. ഇപ്പോൾ ഓർക്ക് പോത്ത് ഞങ്ങൾക്ക് അയൽക്കൂട്ടത്തിന് പോത്തുകളെ കിട്ടിയിട്ടുണ്ട്. ഈ 2 എണ്ണം വെച്ച് ഓല് പോത്തുകളെ കൊണ്ട് വന്ന് ഞാനിൻ്റെ ആടുംകുട്ടികളെ കൊണ്ട് പോകും. അതിൽ ഞങ്ങൾ എന്നും നന്നാരി വേര് കുഴിക്കുക, ഓരോ പൂടി കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു കൂട്ടിയിട്ട് ഞങ്ങൾ തൂക്കം കൊടുക്കും, പീടിയൊക്കെ കൊണ്ടുപോകും. അതിലിന്ന് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കഴിഞ്ഞിട്ട് പോയി നന്നായി കളിച്ചിരിക്കുകയായിരുന്നു. ആന വന്നതും കണ്ടിട്ടില്ല, ഞങ്ങൾ എതിരെ പാഞ്ഞ് വന്നതൊന്നും ഞങ്ങൾക്കറിയില്ല, ഞാൻ കണ്ടിട്ടുമില്ല. അതിൽ ഞാനിങ്ങനെ നന്നായി കൊയിച്ചിരിക്കുകയായിരുന്നു. ഇരുന്ന് ഒരു പറഞ്ഞൊരു ഒച്ച കേട്ട് ഞാൻ നീച്ചു നിന്ന് നോക്കിയപ്പോൾ ആന എൻ്റെ മുന്നിൽ എത്തിക്കുന്നു. അതിൽ ആനേനെ ഞാൻ അപ്പം തന്നെ ഇങ്ങനെ ഇങ്ങനെ തടുത്ത് ആനേനെ നിർത്തി പോലെ ആന നിന്നു. മറ്റൊരൊക്കെ എൻ്റെ അടുത്ത് കൂടെ പോയി. അതിൽ ഞാൻ എന്തൊക്കെ ആന ഞങ്ങളെ കൊല്ലുകയാണെങ്കിൽ 3ആളൊപ്പം കൊല്ല്, അല്ലെങ്കിൽ ഒരാളായിട്ട് കൊല്ലണ്ട ആന, അല്ലെങ്കിൽ ഇന്നെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആനേനോട് പറയുകയാണ്. അതിൽ ആന എന്ത് കാട്ടി മറ്റേ അനക്കൻ്റെ മുന്നിൽ കൂടെ പോയി, 4 എണ്ണം പോയി. ഈ പെണ്ണ് ഞാൻ വൈക്ക് എനിക്കറിയില്ല, മറ്റോട് പറഞ്ഞ വഴി ഞാൻ കണ്ടിട്ടില്ല, ഒക്കെ ഇരുന്നിക്കണം. പക്ഷെ ഇത് മുന്നിൽ വന്ന് നിന്നപ്പോൾ ആനേനെ മാത്രം ഞാൻ നോക്കുന്നു, മറ്റേ ഞാൻ നോക്കണില്ല. അതിൽ ആന വന്നതിൻ്റെ മുന്നിൽ നിന്നപ്പോൾ ഞാൻ ഈ 2 കൈയും കൂപ്പി തടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ആന കൈ എന്ത് കാട്ടി മണ്ണിൽ കുത്തി തുമ്പി, കൈ മണ്ണിലും കുത്തി ചെവി ഇങ്ങനെ എടുത്ത് പിടിച്ച് 4 കാലുമേൽ ആന അവിടെ നിന്നു. അതിൽ കുറേ നേരം ഞാനും ആ നിർത്തം നിന്നു. അപ്പം ഞാൻ പറഞ്ഞു, ആന ജന്തിനെ വന്നതിനെ കൊല്ലുകയാണെങ്കിൽ കൊല്ല്, അല്ലെങ്കിൽ ഇത് പൊയ്ക്കോ, വെറുതെ സമയം കളയണ്ട പറഞ്ഞു ആനേനോട്. അതിൽ ആന ഒന്നും പിന്നില്ലാതെ ഞാൻ പറഞ്ഞു. ഇങ്ങനെ ആന എൻ്റെ മുന്നിൽ കൂടെ ആന ഇങ്ങനെ തിരിഞ്ഞിട്ട് എൻ്റെ മുന്നിൽ കൂടെ തന്നെ പോയി. ഞാൻ അവിടെ നിന്നു. അതിൽ പിന്നെ ബാക്കിൽ തിരിഞ്ഞ് നോക്കുമ്പോൾ ഒരു കുട്ടി ആനയും കൂടി കൊണ്ട് വരുന്നു. അതും വന്ന് എൻ്റെ മുന്നിൽ കൂടെ തന്നെ പോയി. അനങ്ങിയില്ല, ഞാൻ അവിടെ നിന്നു. അതിൽ നോക്കുമ്പോൾ ഇവിടെ കാണില്ല. പിന്നെ ഓളെ ഞങ്ങൾ തിരഞ്ഞെടുത്ത് പോയി തിരഞ്ഞു പോയി നോക്കുമ്പോൾ ഇവിടെ വീണ് കിടക്കുക. അപ്പോൾ ഞാൻ കുപ്പിയിൽ വെള്ളം ഉണ്ടായിരുന്നു, വെള്ളം കൊടുത്ത് മുഖം കഴുകി കൊടുത്ത് 2 തുള്ളി വെള്ളം ഇറക്കി, 3ാമത്തെ തുള്ളി വെള്ളം ഇറക്കാൻ കഴിഞ്ഞില്ല. അപ്പം ചോര മൂക്കത്തെ വായിക്കൂടെ ചോര വന്നു. പിന്നെ അവിടുന്ന് ഞങ്ങൾ താങ്ങി കൊണ്ടുവന്ന് വഴിയിൽ കൊണ്ട് കിടത്തി. അപ്പം കുട്ടികൾ സിസ്റ്ററൊക്കെ കൊണ്ടുവന്ന് അവിടുന്ന് വീട്ടിലേക്ക് അവിടെ കൊടുന്ന് കിടത്തിയോടെ തന്നെ മരിച്ചത്. എന്തൊക്കെ പരിക്കാണ് നിങ്ങൾ ശരീരത്തിൽ കണ്ടത്? മുട്ടുംകാലിൻ്റെ ചിരട്ട അതില്ല, പിന്നെ തുടമ ചവിട്ടുണ്ട്, പിന്നെ പെരടീൻ്റെ ഇവിടെ ചവിട്ടുണ്ട്, കൈപ്പലേൻ്റെ ഇവിടെ ചവിട്ടുണ്ട്, പിന്നെ ഈ കയ്യിൻ്റെ ഇവിടെ ഇങ്ങനെ ചവിട്ടുണ്ട്. പിന്നെ ഇവിടെ കടിച്ചതാണ്, ഞാൻ നാം കൊണ്ട് വാന്തി ഇടുന്നല്ല, ഇറച്ചിയൊന്നുമില്ല. കൈ എല്ല് മുറിഞ്ഞിട്ടില്ല, ഇത് മുട്ടുംകാല് മുറിഞ്ഞിട്ടുണ്ട് അല്ലാത്ത. പിന്നെ കണ്ണിൻ്റെ ഇവിടെ മുറിയുണ്ട്, അതിൽ വേറെ ഇതൊന്നുമില്ല, അത്രയേ ഉള്ളൂ. നിങ്ങൾ സ്ഥിരമായിട്ട് ഇങ്ങനെ മരുന്നെടുക്കാനും ആടുകളെയും പോത്തിനെയൊക്കെ മേയ്ക്കാനൊക്കെ പോകുന്നതല്ലേ? അപ്പോൾ ആനയെ കാണാറുണ്ടോ? ആന ആക്രമിക്കാൻ വരാറുണ്ടോ? അന്നൊന്നും വന്നിട്ടില്ല. ആനേനെപ്പോൾ ഞങ്ങൾ വിട്ടുന്ന് കാണും. അപ്പോൾ ഞങ്ങൾ ഒച്ചട ചില ആന കൂട്ട് അങ്ങോട്ട് പോകും. ചിലർ ഞങ്ങൾ എന്ത് കോട്ടെ ആനേനെ ഒച്ചടാതെ ഞങ്ങൾ അങ്ങോട്ട് പോരും. അപ്പോൾ ആടിനെ വിളിച്ച ആൾ വരും. അങ്ങനെ ഞങ്ങൾ കൊണ്ട് ഞങ്ങൾ നടക്കലും കാട്ടക്കൂടെ. ഇന്നത്തെ ഇത് ഞമ്മക്കറിയില്ല, ദൈവം കൈവിട്ടതാണോ എന്നറിയില്ല. അപ്പം എന്ത് പറയാനാണ്? നിങ്ങളുടെ ഊരിലേക്ക് ഈ ഭാഗത്തേക്കൊക്കെ ആന വരാറുണ്ടോ പകലൊക്കെ? എന്നും വരും ആന, എന്നും. ഇന്ന് കുറച്ച് 6 മണി കഴിഞ്ഞ് ആന പറഞ്ഞു. പോത്തിൻ്റെ ആലയിൽ കൂടെ, ഈ ആലിൻ്റെ വേക്കൂടെയും പിന്നെ വീട്ടിലൊക്കെ ഒരു ഇതിൽ ഞങ്ങളെ വീട്ടിൽ ആന കയറി വന്നത് അന്തേനെ കൊല്ലണ്ടതിന് വീട്ടിൽ നിന്ന്. എന്നിട്ട് അതിനെയും കൂടെ ഞങ്ങൾ കഴിച്ചില്ല. ഇതായി ചേച്ചി എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു, ഇതാക്കണം ഇതാണ് ആ ചേച്ചി അപ്പുറത്തെ. നിങ്ങൾ പരാതികളൊക്കെ പലർക്കും കൊടുത്തിട്ടുണ്ടല്ലേ ആനശല്യത്തിൽ? എല്ലാം ഇന്ന് കലക്ടർ സാറ് വന്നു. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഇത് കാര്യമല്ല, മതിൽ കെട്ടിയിട്ടാലും സ്പാൻഡ് ഇട്ടിട്ട് ഇതൊന്നും കാര്യമല്ല,
അതിട്ടാൽ ഞങ്ങൾക്ക് കാട്ടുകൂടെ പോകണ്ട. ഞങ്ങൾക്ക് വല്ല കുട്ടികൾക്ക് നായരി കുത്തി വലിച്ചു കൊണ്ടിരുന്നെങ്കിൽ ഇത് പറിച്ചിട്ട് നെല്ലിക്കാലത്ത് നെല്ലിക്കക്ക് പോകും, വല്ല മരുന്ന് പറിക്കണക്കാർക്ക് മരുന്നിന് പോകും, നന്നായി കളക്കണക്കാലത്ത് നന്നായിരിക്ക് പോകും. ഇനി ആടും പോത്തുകളൊന്നും ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് കാട്ടിൽ തന്നെ ജീവിതം ഞങ്ങൾക്ക് കഴിയേണ്ടത് കാട്ടിൽ തന്നെയാണ്. ഇപ്പം ഞങ്ങൾ പോയി നോക്കി, അതുകൊണ്ട് ഞങ്ങൾക്ക് പാലല്ലോ. അമ്മണി ചേച്ചി തന്നെ രക്ഷപ്പെട്ടത് ഭാഗ്യത്തിനാണല്ലേ? ഭാഗ്യത്തിനല്ല, ഞാൻ എന്നെ രക്ഷപ്പെടുത്തിയതാ. ഞാൻ ആനയുടെ പിന്നെ രക്ഷപ്പെട്ടതല്ല, ദൈവം എന്നെ രക്ഷിതാക്കി തന്നെ. തീർച്ചയായും വലിയൊരു ദുരന്തത്തിൽ നിന്നാണ് അമ്മണി ചേച്ചിയും രക്ഷപ്പെട്ടത്. ആ തരത്തിലൊരു വലിയ അപകടം ഇന്ന് കാട്ടിൽ സംഭവിക്കുകയായിരുന്നു. സരോജിനി ചേച്ചിയുടെ മൃതദേഹം ഇപ്പോൾ വലിയ പ്രതിഷേധങ്ങൾക്കൊക്കെ ശേഷം, അതായത് ഇവിടെ ആനശല്യം നിരന്തരം ഉണ്ട്, അത് പരാതിപ്പെട്ടിട്ടും പരിഹാരമാകാത്തതിൽ വലിയ പ്രതിഷേധം ഇന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ചില ഉറപ്പുകളൊക്കെ വാങ്ങിയ ശേഷമാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി